ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ് പ്രേമികളുടെ പ്രിയപ്പെട്ട ഒരു ചെടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ചെടിയുടെ പേരാണ് അഗ്ലോണിമ വൈറ്റ്. വീടിനുള്ളിൽ വയ്ക്കാൻ പറ്റിയ ഏറ്റവും ഭംഗിയുള്ളതും പരിചരിക്കാൻ എളുപ്പമുള്ളതുമായ ഒരു പ്ലാന്റ് ആണിത് കേട്ടോ. ഇതിൻ്റെ കെയറിങ്, പോട്ടിംഗ് മിക്സ്, വളപ്രയോഗം എന്നിവയൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കിയാലോ. കൂട്ടുകാരെ, സാധാരണ രീതിയിലുള്ള അഗ്ലോണിമ ചെടികൾക്ക് വെളിച്ചം വളരെ കുറച്ച് മതിയെങ്കിലും നമ്മുടെ ഈ ഇനത്തിൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് പ്ലാന്റ് ഇനത്തിൽ വരുന്ന അഗ്ലോണിമ ചെടികൾക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ് കേട്ടോ. സൂര്യപ്രകാശം ഇവർക്ക് ആവശ്യമാണെങ്കിലും അത് ഒത്തിരി സൂര്യപ്രകാശം ഈ ചെടികൾക്ക് ആവശ്യമില്ല. അങ്ങനെ ഒത്തിരി സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനും മഞ്ഞളിപ്പ് വരാനൊക്കെ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഇത്തരം ചെടികൾ നമ്മൾ ബാൽക്കണിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡിന് താഴെയായിട്ടോ ഇത്തിരി തണലുള്ള സ്ഥലങ്ങളിലോ ഒക്കെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻഡോർ പ്ലാന്റുകൾ നശിച്ചു പോകാനുള്ള പ്രധാന കാരണം ഓവർ വാട്ടറിംഗ് ആണെന്ന്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളൊരു വിഷയം കൊണ്ടാണ് ഇൻഡോർ പ്ലാന്റുകൾ സത്യം പറഞ്ഞാൽ നശിച്ചു പോകുന്നത് കേട്ടോ. പിന്നെ മുകളിലെ മണ്ണ് നന്നായി ഉണങ്ങിയ ശേഷം മാത്രം അടുത്ത തവണ നനയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നനയ്ക്കുന്ന ആ മണ്ണൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സാധാരണയിൽ അടുത്ത് നനയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തോട് നനയ്ക്കുകയാണെങ്കിൽ അതൊരു ചെളി രൂപത്തിൽ ആ വെള്ളം ആവുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടിക്ക് അത് വളരെ ദോഷം ചെയ്യും. നമ്മൾ ഈ ചെടിയുടെ കെയറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി നമുക്ക് വളപ്രയോഗം അല്ലെങ്കിൽ അത് നടുന്ന രീതി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ചെടി നടുമ്പോൾ മണ്ണ്, കട്ട മണ്ണല്ലാത്ത വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിന് ചെറിയൊരു മിശ്രിതം എന്നുള്ള രീതിയിൽ ചകിരിച്ചോറ്, അതല്ലെങ്കിൽ മണൽ, അല്ലെങ്കിൽ പെർലൈറ്റ്, സാധാരണ മണ്ണെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള നമ്മുടെ ചരൽ ടൈപ്പ് മണ്ണ്, കൂടാതെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ തുല്യ അളവിൽ ചേർത്ത് ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി നടുന്നതായിരിക്കും അത്യുത്തമം. പിന്നെ വളപ്രയോഗം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയധികം വളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുന്ന ചെടി കേട്ടോ. എങ്കിലും വളർച്ചാ കാലയളവിൽ നമ്മൾ ഒരു നേർപ്പിച്ച രീതിയിൽ ചെറിയ രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള നമ്മൾ വെർമി കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. മഴക്കാലത്തും തണുപ്പ് കാലത്തും വളപ്രയോഗം തീരെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും ഈ ചെടികൾക്ക് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിന്ന് എങ്ങനെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയാണ്. ഈ ചെടി പെട്ടെന്ന് പുതിയ മുളകളിട്ട് പടരുന്നതാണ് കേട്ടോ. റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ തൈകൾ വേരോടെ വേർതിരിച്ചെടുത്ത് നമുക്ക് മറ്റു ചെടിച്ചട്ടികളിലേക്ക് നടാൻ കഴിയും. നിങ്ങൾ ഈ കാണുന്നതിൽ കണ്ടോ, ഇതിൽ തന്നെ എത്ര തൈ ഉണ്ടെന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ ഇതിപ്പോൾ വേർതിരിച്ചെടുത്തിട്ടില്ല. നമുക്ക് ഇതിനെ വേർതിരിച്ച് ഒരുപാട് തൈ നമുക്ക് ഇതിൽ നിന്ന് കൊണ്ടുപോയി നമ്മൾ മറ്റു ചെടിച്ചട്ടികളിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ, എയർ പ്യൂരിഫിക്കേഷൻ എന്നുള്ള രീതിയിലൊരു കാര്യം ഞാൻ പറയാം. വീടിനകത്ത് ഭംഗിയാക്കാൻ മാത്രമല്ല, നാസയുടെ പഠനപ്രകാരം വായുവിലെ വിഷാംശങ്ങൾ, നമ്മുടെ വായുവിലുള്ള, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള ഒരു മികച്ച എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ് നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു ആയുർവേദ ഗുണം കൂടി, ആയുർവേദ ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു അന്തരീക്ഷപരമായിട്ടുള്ളൊരു ആയുർവേദം അല്ലേ, അങ്ങനെ ഒരു ഗുണം കൂടി നമ്മുടെ ഈ ചെടിക്കുണ്ട്. കാണാൻ സുന്ദരിയായിട്ടുള്ള ഈ അഗ്ലോണിമ ചെടിക്ക് ഒരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. നെഗറ്റീവ് വശമായിട്ട് പറയുന്നത് ഈ ചെടിയുടെ ഇല മൃഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കുട്ടികളുടെയോ ഉള്ളിൽ ചെന്നാൽ അത് വിഷമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പലതിലൂടെയും വായിച്ചും അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയതാണ്. അഗ്ലോണിമ ചെടി ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പലരും ഇതിനെ എതിർക്കുന്നവരുമുണ്ട്, എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. അതൊക്കെ അവരവരുടെ എന്തോ ഒരു മൈൻഡ് പോലെ ഇരിക്കും. ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങളുടെ വീഡിയോയിലൂടെ പറഞ്ഞത് എന്ന് പറഞ്ഞ് നിങ്ങളിതാരും നടാതെയൊന്നും ഇരിക്കേണ്ട. നിങ്ങൾ അത്രയും സൂക്ഷിച്ച് നടുക. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മളൊരു പോട്ടിലൊക്കെ നടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മാക്സിമം കുട്ടികളുടെ കയ്യിലൊന്നും എത്താത്ത രീതിയിൽ പൊക്കപ്പുറത്തൊക്കെ വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് എത്താതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഈ ചെടിക്ക് മാത്രമല്ല, അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട കുറേ ചെടികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കാം. എനിക്കൊന്ന് ഈ ഒരു ഭാഗമാണ് ഞങ്ങളൊരു വീഡിയോ ഷോർട്സ് ഇട്ടപ്പോഴാണ് പറഞ്ഞിട്ട് അത് പോയിസൺ ചെടിയാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് കൂടുതൽ അടുപ്പിക്കുക, മണപ്പിക്കുക, ചവയ്ക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ മോളെ നിർത്തിയെങ്കിലും അത്രയും കെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, സൈക്കോ സൊല്യൂഷൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.